ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇന്നത്തെ അധ്യക്ഷനായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധ ദൈവദാസൻ റവറൻഡ് തോമസ് ഫിലിപ്പ് അവറുകൾ, അതുപോലെ തോന്നിയമല സഭാ ശുശ്രൂഷകനായിരിക്കുന്ന അലക്സാണ്ടർ സാമുവേൽ പാസ്റ്റർ, അതുപോലെ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ദിവ്യവൃത്തിമാർ, ഇന്നത്തെ ഈ മീറ്റിങ്ങിന് സോളമനൈസേഷന് വേണ്ടി കടന്നു വന്ന മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ സൂപ്രണ്ടന്റായി സേവനമനുഷ്ഠിക്കുന്ന TJ സാമുവേൽ പാസ്റ്റർ അവറുകൾ എൻ്റെ പൂർവ്വകാല ഒരു അധ്യാപകനും കൂടിയാണ്. ഇന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടെ ഇവിടെ ആയിരിക്കാൻ കഴിഞ്ഞത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് പ്രഭാതത്തിൽ പട്ടിക്കാട് നിന്നും കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെയും സഹായിച്ചു. യാത്രയിലും എല്ലാം ദൈവത്തിൻ്റെ കരുതലുകൾ ഞങ്ങളോട് കൂടെ ഇരുന്നു. അതിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ സഭയിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, അവർക്കൊക്കെ പ്രത്യേകമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എസ്പെഷ്യലി ഇന്നിവിടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന അബ്രഹാം, മാത്യൂസ്, അതുപോലെ തന്നെ ജാസ്മിൻ, ഇവരോടൊപ്പം ഞാൻ കർത്താവ് വളരെയധികം സന്തോഷിക്കുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ജാസ്മിൻ്റെ ഭവനത്തെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജേക്കബ് പാസ്റ്റർ ദീർഘനാളുകളായി ഞങ്ങളുടെ പട്ടിക്കാട് ദൈവസഭയിലെ ഒരു മെമ്പറാണ്. അതോടൊപ്പം തന്നെ അവരുടെ പിതാവിനെ ഞാൻ ഒന്നും കൂടി ഓർക്കുകയാണ്. ഉതുപ്പ് പാസ്റ്റർ എന്ന് പറയപ്പെടുന്ന ഒരു ക്രൈസ്തവ കൈരളിയിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഏറെ നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൻ്റെയും മധ്യ തിരുവിതാംകൂറിൻ്റെയും അനേക ഇടങ്ങളിലൂടെ നഗ്നപാദങ്ങൾ കൊണ്ട് സുവിശേഷത്തിന്റെ വെള്ളക്കൊടി പാറിച്ചുകൊണ്ട് നടന്ന ഒരു ഭക്തനായ മനുഷ്യൻ, അനേക ഇടങ്ങളിൽ സഭകൾ സ്ഥാപിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കർത്താവിൽ നിദ്ര കൊള്ളുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾ ഭവനത്തോടും തലമുറകളോടും കൂടെ ഇന്നും ഇരിക്കുന്നു എന്ന് ഞാൻ നന്നായി അറിയുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ജാസ്മിൻ ഞങ്ങളുടെ ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഇനിയുള്ള നാളുകളിൽ ഈ തോന്നിയമല ദൈവസഭയ്ക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യത്തെ ഞാൻ വായിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ജനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 22-23. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ആദാം നെടുമോഹനിദ്ര വിട്ട് എഴുന്നേറ്റ് വന്നപ്പോ തന്നെ ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, he is now bone of my bone and he is my flesh of my flesh. എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായവളെ കണ്ടപ്പോ അബ്രഹാമിന്റെ ഉള്ളിലുണ്ടായ ഒരു സ്നേഹത്തെ കുറിച്ച് ഞാൻ എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ വേഗത്തിൽ എന്ന് പറയാൻ കർത്താവ് ശരണപ്പെടുകയാണ്. ആദാം ആദ്യമായിട്ട് ഹവ്വയെ കണ്ടു കഴിഞ്ഞപ്പോ ഉള്ളിലുണ്ടായ ആ വികാരപരമായിട്ടുള്ള ആ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഇന്ന് നിലനിൽക്കുന്നതാണ് വിവാഹ ജീവിതം എന്ന് പറയപ്പെടുന്നത്. മൂലഭാഷയിൽ ഇങ്ങനെ പറയുന്നത് വൺ ഈക്വൽ പാർട്ട് എന്ന് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണെന്ന് ആദാം എഴുന്നേറ്റ് വന്നപ്പോ എന്റെ വാരിയല്ലെന്നല്ല പറഞ്ഞ് എന്റെ ശരീരത്തിന്റെ അംശമായത്, അസ്ഥിക്ക് അസ്ഥിയായത്, മാംസത്തിന് മാംസമായത്. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈക്വൽ പാർട്ടാണ്. അതിനകത്തൊരു സ്നേഹത്തിന്റെ ഘടകമുണ്ട്. 3 കാര്യങ്ങൾ വേഗത്തിൽ പറയുക. ഒന്ന്, അത് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ഇറോസ് എന്നുള്ളൊരു വാക്കാ. സ്നേഹത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വാക്ക് ഇറോസ് എന്ന് പറയപ്പെടുമ്പോ ഇങ്ങോട്ട് മാത്രമുള്ളൊരു സ്നേഹത്തിനെയാണ് ഇറോസ് എന്ന് പറയപ്പെടുന്നത്. എന്നെ ഇങ്ങോട്ട് എല്ലാവരും സ്നേഹിച്ചോളണം, അങ്ങോട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളണം, അങ്ങോട്ട് ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്നുള്ളൊരു വാക്കാണ് ഇറോസ് എന്ന് പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതമായിക്കൊള്ളട്ടെ, വിവാഹ ജീവിതമായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക് വേണ്ടത്. ഇങ്ങോട്ടല്ല ചെയ്തു തരുന്നതല്ല, ഇങ്ങോട്ടല്ല കിട്ടണമെന്നുള്ള മനോഭാവമല്ല. ഈക്വൽ പാർട്ട്ണർഷിപ്പാണ്, ഈക്വൽ പാർട്ടാണെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുക. 2ാമത്തെ വാക്ക് ഇങ്ങനെയാ, ഫിലയോ എന്ന ആ വാക്കിന്റെ അർത്ഥം. അതെന്താ? കണ്ടീഷണൽ ലവ് എന്ന.
അതിന് അർത്ഥമാക്കുന്നത്? എനിക്ക് ഇങ്ങോട്ട് എന്നെ സ്നേഹിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും, ഇങ്ങോട്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇങ്ങോട്ട് എനിക്ക് നന്മ ചെയ്താൽ ഞാൻ അങ്ങോട്ട് ചെയ്യും. പ്രിയമുള്ള ഒരു വിവാഹ ജീവിതത്തിൽ ഇതല്ല അർത്ഥമാക്കുന്നത്. എന്തുവാ? നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ല ക്രിസ്തു യേശു നമ്മളോട് വിവാഹനം ചെയ്തിരിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിന്റെ ആഴങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങോട്ട് ചെയ്യുന്നത് ലോകൈകമായ ഡീലുകളാണ് പറയപ്പെടുന്നത്. പക്ഷേ യേശു ക്രിസ്തു വിവാഹനം ചെയ്തത് നീ ഇങ്ങോട്ട് നിനക്ക് നന്മ ചെയ്യുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതോ, എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കാം എന്നുള്ള വാക്കുകളല്ല. ഇത് ദൈവികതയല്ല, ഇത് ലോകപരമായുള്ള കാര്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു വിഭാഗനം ചെയ്ത ഒരു വാക്ക് ഞാൻ പറയാം. അതിന്റെ വാക്കിന്റെ അർത്ഥം ബെറീത്ത് എന്നുള്ളൊരു വാക്കാ. എന്താ അതിന്റെ അർത്ഥം? ഒരാളെ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കയറി സ്നേഹിക്കും എന്നുള്ള വാക്കിന് പറയുന്ന പേരാ ബെറീത്ത് എന്ന്. ഇന്ന് പകലിൽ ഞാനിവിടെ ഇരിക്കുന്ന കുടുംബ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നവരും കാലെടുത്ത് വെച്ചവരും അതുപോലെ കുടുംബജീവിതം ഇനി ആഗ്രഹിച്ചു നിൽക്കുന്നവരുമായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം അല്ലെങ്കിൽ ക്രിസ്തീയ വിവാഹ ജീവിതം എന്ന് പറയപ്പെടുന്ന ഒരു ബെറീത്താണ്. എന്നെ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും, എന്നെ ഇങ്ങോട്ട് കരുതിയില്ലെങ്കിലും, എന്നെ ആദ്യം കണ്ടില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് കേറി ഇടപെട്ട് സ്നേഹിക്കുമെന്നുള്ള വാക്കുകളാണ് ക്രിസ്തേശു നമുക്ക് വിഭാവനം ചെയ്ത് കാൽവറിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി യാഗാർപ്പണം ചെയ്തപ്പോഴും മനുഷ്യരാശിക്ക് വേണ്ടി സ്നേഹത്തിന്റെ വിപ്ലവമായ കൊടികൾ ഉയർത്തിയ യേശുനാഥനാണ് നമ്മൾക്ക് ഏറ്റവും വലിയ മാതൃകയായി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിൽ ഈ നാളുകളിൽ ഏറ്റവും അനിവാര്യമായ ബെറീത്താകുന്ന ഒരാൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ഭാര്യ എന്നെ കരുതിയില്ലെങ്കിലും ഞാൻ അവളെ അങ്ങോട്ട് സ്നേഹിക്കുമെന്ന്, ഭർത്താവ് എന്നെ ഇങ്ങോട്ട് കരുതിയില്ലെങ്കിലും അങ്ങോട്ട് കേറി ഞാൻ കരുതുമെന്നുമുള്ള പറയപ്പെടുന്ന ഈ ആന്തരികമായ അനുഭവം എന്നിലും നിങ്ങളിലും ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ആദാം ആദ്യമായി അവയെ കണ്ടപ്പോ ദിസ് ഈസ് മൈ ബോൺ ഓഫ് ബോൺ, ദിസ് ഈസ് മൈ ഫ്ലഷ് ഓഫ് ഫ്ലഷ്, എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം